അങ്ങനെ ദാ ക്രിസ്മസ് ഇങ്ങ് എത്താറായില്ലേ. അപ്പൊ നമ്മുടെ വ്ളോഗ്മാസ് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. ഒരു കുഞ്ഞു ക്രിസ്മസ് ഷോപ്പിംഗ് വീഡിയോ. എന്തായാലും ഷോപ്പിംഗ് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും. എല്ലാവരെ പോലെ ഞാനും ഈ ഒരു സമയമാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ജനുവരി 1, അതായത് ന്യൂ ഇയർ ആകുമ്പോൾ തൊട്ട് എന്ന് ഡിസംബർ ആവും അല്ലെങ്കിൽ എന്ന് ക്രിസ്മസ് ആവും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനും. അങ്ങനെ ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ക്രിബ് അല്ലെങ്കിൽ പുൽക്കൂടാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്യുക. ട്രീ ഒക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളുടെ ആ ഒരു പ്രിഫറൻസ് മാറി. ഇപ്പം ട്രീ ആണ് നമ്മൾ മെയിനായിട്ട് വയ്ക്കുക. ക്രിബ് എന്നാലും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ക്രിബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ക്രിബ് എന്ന് പറയുന്നേക്കാൾ എനിക്ക് അതിനെ പുൽക്കൂട് എന്ന് പറയുന്നതാണ് കേട്ടോ ഇഷ്ടം. കാരണം നമ്മൾ വൈക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുവന്ന് ചെറിയൊരു ഇങ്ങനെ നമ്മുടെ ഈ ഒരു പുൽത്തൊഴുത്ത് പോലെ റെഡിയാക്കും. അതിന് ആണ് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ ട്രീ എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ വീടിന് അടുത്തുള്ള ഏതെങ്കിലും ഒരു മാവോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മരത്തിൻ്റെ കൊമ്പ് കൊണ്ടെന്ന് വെച്ചിട്ട് അതിൽ കുറച്ച് ബലൂണൊക്കെ കെട്ടി തൂക്കിയിടും. പിന്നെ മറ്റേ പഴയ ടൈപ്പ് ആ ഒരു റിബൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു അരങ്ങ് പോലെയുള്ള ഒരു പല കളറിലുള്ളതൊക്കെ അതിൻ്റെ മേലെ തൂക്കിയൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മളുടെ അന്നത്തെ ആ ഒരു ട്രീ നമ്മൾ സെറ്റ് ചെയ്യുക. പക്ഷെ ഇപ്പൊ കാലം മാറിയപ്പോൾ അതിൻ്റെ ആ ഒരു കോലവും മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴായിരുന്നു കുറെ റീൽസിൽ ഇങ്ങനൊരു പുതിയൊരു ഷോപ്പിനെ കുറിച്ച് അറിയണം കേട്ടോ. പുതിയ ഷോപ്പല്ല, പക്ഷെ ക്രിസ്മസിനുള്ള ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു കാര്യം. ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നമ്മൾ അറിയണത് ഫസ്റ്റ് ടൈം ആണെന്നാണ്. ഷോപ്പ് പുതിയതല്ല, മേസ് എന്നാണ് ഷോപ്പിന്റെ പേര് വരുന്നത്. അപ്പൊ റീൽസിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടെ ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡെക്കർ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ അവിടെ പോയി നോക്കിയത്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാനായിട്ട് പോണതല്ല കേട്ടോ. പക്ഷെ എന്നാലും ആ ഒരു ക്രിസ്മസിന്റെ ടൈം ആകുമ്പോൾ വെറുതെ കടയിലൊക്കെ കയറി ഇറങ്ങാം, ആ ഒരു ഡെക്കർ ഐറ്റംസ് ഒക്കെ കാണാം. പിന്നെ ഈ വർഷത്തെ പുതിയ വെറൈറ്റി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഏതൊക്കെ കളേഴ്സാണ് ഈ വർഷം കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. മെയ്സ് എന്നല്ല കേട്ടോ, എയ്സ് എന്നാണ്. ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചൊന്ന് മാറിപ്പോയിന്ന് മാത്രം പേരിൻ്റെ, ഈ ഒരു ഷോപ്പിൻ്റെ പേര്. പക്ഷേ ചെന്നപ്പോഴാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല തരം നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് കുറേ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് നോർമലായിട്ട് നമ്മൾ എല്ലാ ഷോപ്പിലും കാണുന്നതാണ്. പക്ഷേ ഈ ഒരു ഹൗസൊക്കെ കണ്ടു, അതുപോലെ വലിയ ഒരു ലോലിപോപ്പിൻ്റെ, ഇതൊക്കെ ഡെക്കർ ഐറ്റംസ് ആണ് കേട്ടോ. അങ്ങനെയുള്ള ഐറ്റംസ്, ആ ലോലിപോപ്പ്, ആ ക്യാൻഡി, പിന്നെ ഈ സാന്റാക്ലോസിൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ യൂഷ്വലി കാണുന്ന റെഡ് കളർ അല്ലാതെ തന്നെ വേറെ ഇത് കണ്ടോ, ബോളൊക്കെ കണ്ടോ ഇങ്ങനെ ഗ്രീൻ കളറിലൊക്കെ. ഇതൊക്കെ 15 dirham കേട്ടോ. അതിൻ്റെ താഴെ കാണാനായിട്ട് പറ്റും റേറ്റ്. അത് സൈസ് കുറച്ച് സ്മോളാണ്, അങ്ങനെ വലിയ ബിഗ് ആയിട്ടുള്ളതല്ല. എന്നാലും അതിൻ്റെ ആ കളേഴ്സും പിന്നെ ആ ഒരു അതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ അതിനൊരു കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് എന്നൊക്കെ പറയുന്ന പോലെ തോന്നുന്നല്ല, അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുപോലെ ആ ഗ്രീൻ കളേഴ്സ് എന്ന് പറയുന്നതാണെങ്കിലും ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പിന്നെ കുറച്ച് ബോട്ടിൽ ഗ്രീൻ, പിന്നെ ഗ്ലിറ്റർ ടൈപ്പ്, ഇതൊക്കെ കണ്ടോ. നമുക്കിങ്ങനെ ബിഗ് ട്രീ ആണെങ്കിൽ, നമ്മുടെ ട്രീ വലുതാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കെട്ടി തൂക്കി ഇടാനൊക്കെ പറ്റും. നമ്മുടെ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവം ഒരു കുഞ്ഞൊരു ട്രീ ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒരു 2-3 ഇടുമ്പോൾ തന്നെ നമ്മുടെ ട്രീ ഫുള്ളാവും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പക്ഷെ എന്നാലും കുറേ ഇങ്ങനെ വെറൈറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഗ്രഹമുള്ളവർക്ക് വന്ന് നോക്കാവുന്നതാണ്. കണ്ടതിൽ 9 dirhams ആണ് നോക്കിയ ബോൾസിന്. പിന്നെ ഇങ്ങനത്തെ പൈൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ട്രീയിൽ ഇങ്ങനെ നമ്മൾ ഇടുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ എത്രയാണ് റേറ്റ് എന്നുള്ളതൊക്കെ ഓരോ ബോക്സിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ 29 dirhams ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു റേറ്റ് വരുന്നത്. ചില ആളുകളുണ്ടല്ലോ, നമ്മൾ അവർ ഓരോ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പുതിയ വെറൈറ്റി ഐറ്റംസ് ഒരു വർഷം വെച്ചതായിരിക്കില്ല, നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതലായിട്ട് വന്ന് നോക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോകുന്ന ഷോപ്പിലൊക്കെ അത്രയും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാനായിട്ട് പറ്റാറില്ല. അതായത് നമ്മൾ ഓരോ വർഷം എന്താണോ അങ്ങനെയുള്ളത് തന്നെയായിരിക്കും. അങ്ങനെ കൂടുതൽ ഒരു വെറൈറ്റി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അങ്ങനെയുള്ള ഷോപ്പുകളുണ്ടോയെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ട്രീ ഒക്കെ ആണെങ്കിലും കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ ട്രീ, അതുപോലെ ഈ ക്രിസ്മസ് റീത്ത് എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂഷ്വലി നമ്മൾ ഷോപ്പുകളിൽ കാണുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇതുപോലെ ഈ ഗ്ലാസ്സിലുള്ള ബൗൾസ് അങ്ങനത്തേനൊക്കെ 15 dirhams ആണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ ജസ്റ്റ് വെറുതെ ടേബിളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടും അങ്ങനെയൊക്കെ ഉള്ളതാണ്. 69 dirham. അങ്ങനെ റേറ്റ് നോക്കുമ്പോൾ അങ്ങനെ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. അതിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു ക്വാളിറ്റിയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് വെർത്താണ് കേട്ടോ. അങ്ങനെ കൂടുതലൊന്നല്ല. ഇനി നമ്മൾ നേരത്തെ കണ്ടത് റെഡ് കളറിലുള്ള സാന്റാക്ലോസും അതുപോലെയുള്ള ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ആണെങ്കിൽ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഗോൾഡൻ കളറിലാണ് കേട്ടോ. അതായത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭംഗിയെ കാണാനായിട്ടുണ്ട്. അതായത് ഒരു സൈഡിലാണെങ്കിൽ ഗോൾഡൻ കളറിലുള്ള തീമാണെങ്കിൽ അപ്പോൾ അവിടെ ഫുള്ള് ട്രീ ആണെങ്കിലൊക്കെ ഗോൾഡൻ ബോൾസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി റെഡ് ആണെങ്കിൽ ഫുള്ള് റെഡായിട്ട് ആ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലൂ കളർ, ബ്ലൂ ആൻഡ് വൈറ്റ് തീം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട്.
നമ്മളിത് ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് വാങ്ങിച്ചില്ലെങ്കിൽ തന്നെ നമുക്കിത് ഇതുപോലെയുള്ള ആ ഒരു ഡെക്കറേറ്റംസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിലും ജസ്റ്റ് വന്ന് നോക്കാവുന്നതാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമുക്കൊരു സന്തോഷമാവും. ഇതുപോലെയുള്ള ആ ഒരു നമ്മുടെ പുൽക്കൂട്ടിൽ വയ്ക്കുന്ന 3 രാജാക്കന്മാരൊക്കെ കണ്ടോ, കുറച്ചും കൂടിയും വെറൈറ്റി ടൈപ്പൊക്കെ ഉള്ളത് കാണാൻ പറ്റി. പിന്നെ നമുക്കിതിങ്ങനെ നമ്മുടെ ആ ഒരു ട്രീ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ബാഗൊക്കെ അതായത് ട്രീനെ നമുക്കിങ്ങനെ നമ്മൾ സാധാരണ ഏതെങ്കിലുമൊക്കെ കവറിലിട്ട് വെക്കുന്നതിന് പകരം അതിനെടുത്ത് ബാഗിൽ വെക്കാൻ കണ്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 79 ദിറംസ് ആണ്. 3 കിങ്സ് ആണ് നമ്മൾ പുൽക്കൂട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ വെക്കുന്ന ആ ഒരു ഇത്. ഇനിയിപ്പോൾ നമുക്ക് പുൽക്കൂടായിട്ട് ക്രിബായിട്ട് ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ഒരു ക്രിബ് സെറ്റ്, അതായത് ഔസപിതാവും മാതാവും ഉണ്ണീഷും കൂടിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗോൾഡൻ കളറിലുള്ള സാന്റാക്ലോസും ഉണ്ടാവും. ഈ ഒരു സൈഡ് മൊത്തം അവർ ഗോൾഡൻ തീമിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം നമുക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും. അല്ലെങ്കിൽ എല്ലാം വെറുതെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എല്ലാം എടുത്തുകൊണ്ടുവരും. ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ തോന്നില്ല. കാരണം അവിടുത്തെ ആ ഒരു ഭംഗിയും ഈ ഒരു ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ തന്നെ കണ്ടോ, സ്നോമാനൊക്കെ കണ്ടോ അതിൻ്റെ മേലെ ഇരിക്കുന്നത്, പിന്നെ സാന്റാക്ലോസ്, അങ്ങനെ ഓരോ സൈഡ്. ഇനിയിപ്പോൾ ഈ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഫുള്ള് വൈറ്റ്, അതായത് സ്നോ തീം പോലെ ഇങ്ങനെയുള്ള ആ ഒരു ഏഞ്ചൽസിനെയൊക്കെ കണ്ടോ, അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇത്രയും ഒരു വെറൈറ്റി ഇവിടെ ഞാൻ വേറെ നമ്മൾ സാധാരണ പോകുന്ന ഷോപ്പിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വൈറ്റ് ആൻഡ് ബ്ലൂ, അതായത് സ്നോ തീം ആയതുകൊണ്ട് ആ മേലെ ഇരിക്കുന്നതൊക്കെ പെൻഗിനാണ് കേട്ടോ. പെൻഗിൻ ഉണ്ട്. പിന്നെ അതുപോലെ ആ ഒരു നമ്മൾ ഇങ്ങനെ സ്നോ ഉള്ള പ്ലേസിൽ കാണുന്ന എന്താ പറയുക, ഒരു ബയറുണ്ടല്ലോ, അങ്ങനെയുള്ള ഇതുകളൊക്കെ. പിന്നെ ഈ ഒരു സ്നോമാനൊക്കെ നോക്ക്, അതിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ 39 ദിറംസിനാണ്. പക്ഷെ ആ ഒരു ഇതിന് പിന്നെ ഈ ബോളൊക്കെ ആണെങ്കിലും ആ ഒരു ഭംഗി വെറൈറ്റി ആണല്ലോ. പിന്നെ അതുപോലെ ഈ സാന്റാക്ലോസിനൊക്കെ ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് സെക്ഷനിൽ വെച്ചിട്ടുള്ളതാണ് ഈ ഒരു കളറിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഭംഗി കാണുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാം നമുക്ക് വാങ്ങിക്കാനായിട്ട് തോന്നും. കാരണം ഇത്രയും വെറൈറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്കൊന്ന് വെറുതെ കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടും എങ്ങനെ വെക്കണം എന്നുള്ളതിനൊക്കെ ഉള്ളത്. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് മെയിനായിട്ട് പോകാറുള്ളത് ഡേയ്സോ അല്ലെങ്കിൽ ഡേ ടു ഡേ. പിന്നെ നമ്മൾ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു ഷോപ്പിലാണെങ്കിലും കയറി നോക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോയെന്നാണ്. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഡേയ്സോയിലും ഡേ ടു ഡേ നിന്നാണ് കേട്ടോ നമ്മൾ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് വാങ്ങിക്കാറില്ല. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതലും. ഒന്നെങ്കിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഡേയ്സോയിൽ തോന്നാറുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് റേറ്റൊക്കെ കുറവിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ഡേ ടു ഡേയിലും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ റീൽസിലൊക്കെ കണ്ടിട്ട് ഈ ഒരു ഷോപ്പിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ വന്നപ്പോൾ നമ്മളും ബാക്കി ഈ ഷോപ്പിലൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കണ്ടു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം നാളുകളൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അധികം പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ക്രിബിലൊക്കെ വെക്കാനുള്ള ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല മാർബിളിലൊക്കെ ചെയ്തിട്ടുള്ള പോലെയുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള അത്ര അധികം നമ്പർ ഐറ്റംസ് ഇല്ല. അതായത് നമ്മുടെയിലാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ആട്ടുകുട്ടിയും പിന്നെ എന്താ പറയുക ക്യാമലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഈ ഒരു സെറ്റിലില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതിലാണ് എല്ലാവരും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്രിബിലേക്കുള്ള എല്ലാവരെയും കൂടി കാണാറില്ല. നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ഏഞ്ചലിൻ്റെ തന്നെ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലുള്ളതാണ് ഈ ഒരു സൈസ് ഇപ്പോൾ ഇവിടെ കണ്ടത് കേട്ടോ. പിന്നെ ഈ ക്രിസ്മസിൻ്റെ ഗാർലൻഡ്സ് എന്നാണല്ലോ ഇതിനെ പറയാൻ തോന്നുന്നു. ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലും നമ്മൾ സാധാരണ കാണുമ്പോൾ ഒരു റെഡ് ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, ഗോൾഡൻ കളർ ഉണ്ടാവും. ഇതൊക്കെയാണ് കാണാറുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഇതുപോലെ വേറെ പിങ്ക്, വേറെയും ഇഷ്ടംപോലെ കളേഴ്സിലൊക്കെ കാണാൻ പറ്റി. ഇവിടെ കാണുന്ന മെയിൻ ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ഡെക്കർ ഐറ്റംസ് ആണ്. അതായത് നമ്മൾ ഈ ക്രിസ്മസ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ സാന്റാക്ലോസും സ്നോമാനും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു സൈഡിലുണ്ടായിരുന്നത്. ഈ ക്രിസ്മസ് ട്രീത്തൊക്കെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെയുള്ള നമ്മൾ സാധാരണ കാണുമ്പോൾ ഗ്രീൻ, റെഡ് അല്ലെങ്കിൽ ഈ ഗോൾഡൻ കളറിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ആ ഒരു മോഡലൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഇതുപോലെയുള്ള ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകൾ വേറെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഒരുപാട് വെറൈറ്റി കണ്ടോ. ഈ ഒരു ക്രിസ്മസ് ട്രീത്തും അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ഗാർലൻഡ്സും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് മാത്രമല്ല, മെയിനായിട്ട് അവിടെ നമ്മൾ ഈ ഐക്കയിലും അതുപോലെയുള്ള ഓരോ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഓരോ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ സെക്ഷനൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തും കൂടി നമ്മൾ വെറുതെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഐറ്റംസിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഐറ്റംസ് ഒന്നും അത്ര ചീപ്പായിട്ടുള്ളതല്ല. അതായത് നമ്മൾ ഏത് സെക്ഷൻ നോക്കിയാലും ഇതുപോലെയുള്ള നമുക്കിങ്ങനെ സ്റ്റോറേജ് ബോക്സസും അങ്ങനെയൊക്കെ ഓരോന്ന് സെപ്പറേറ്റ് ഇങ്ങനെ പല ഡിഫറെൻറ്റ് സൈസിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് പ്രൈസ് തന്നെയാണ് എല്ലാ ഐറ്റംസിനുള്ളത്. പിന്നെ അവരത് സെറ്റ് ചെയ്തിട്ടുള്ളതും അറേഞ്ച് ചെയ്തിട്ടുള്ളതൊക്കെ കാണാനായിട്ട് ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഷോപ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയുണ്ടെന്നൊന്ന് ജസ്റ്റ് കയറി നോക്കിയെന്ന് മാത്രം.
ഒരൊറ്റ ഫ്ലോറേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ എല്ലാ സൈഡിലേക്കും പോയി നോക്കി. പിന്നെ എന്താണെന്നറിയില്ല, ഇവിടെ അധികം തിരക്കില്ല. ഇനി ഇതിൻ്റെ ഇവിടുത്തെ റേറ്റ് കൂടുതലായതുകൊണ്ടാണോ അതോ അധികം ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അധികം എന്താ പറയുക, നമ്മളെപ്പോലെ കസ്റ്റമേഴ്സിനൊന്നും അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും കുറച്ച് പേരെയൊക്കെ കണ്ടത് കുറച്ച് ഫോറിനേഴ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തോന്നുന്നു കുറച്ച് റേറ്റ് കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആരെയും അധികം കാണാതിരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ലൈറ്റ്സ്, ഇങ്ങനത്തെ ബൾബായാലും അങ്ങനത്തെ പല ഷേപ്പിലുള്ള ബൾബും കാര്യങ്ങളൊക്കെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ കോഡ്, അങ്ങനെയുള്ള സ്വിച്ച് കേബിൾസ്, അങ്ങനെയുള്ളതുകളൊക്കെ നമ്മളത് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് വെറുതെ ഒന്ന് നോക്കിയെന്ന് മാത്രം. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം റേറ്റ് കുറച്ച് കൂടുതൽ പോലെ തോന്നി. കാരണം നമുക്ക് ഈ ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന പോലെ ഡേ ടു ഡേയിലായാലും അതുപോലെ ഡേയ്സോലൊക്കെ ആയാലും നമുക്ക് ഒരുപാട് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇത് വാങ്ങിക്കണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നതുകൊണ്ട് ആദ്യം വിചാരിച്ചു എന്തായാലും അങ്ങോട്ടൊക്കെ പോയി നോക്കിയിട്ട് നമുക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും കൂടി ഇവിടെ വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ എന്തായാലും നമുക്ക് ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യം വരുന്നതാണ് ക്രിസ്മസിന് ഡ്രസ്സ് എടുക്കുക. എന്തായാലും ഡ്രസ്സ് എന്നുള്ള ഡ്രസ്സ് ഷോപ്പിംഗ് എന്തായാലും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് പിന്നെ നമ്മുടെ മാക്സിലൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മുടെ മാക്സ്, സെൻട്രൽ പോയിന്റ് ഇതുപോലെയുള്ള ഷോപ്പുകളിൽ നിന്നായിരിക്കും മിക്കവാറും ഡ്രസ്സൊക്കെ വാങ്ങിക്കാറുള്ളത്. കുട്ടികൾക്കൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ സെൻട്രൽ പോയിന്റിലൊക്കെ കയറി നോക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ മറീന മാളിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ മറീന മാളിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അവിടുത്തെ മാക്സ് ക്ലോസ് ചെയ്തു. അതെന്താണ് റീസൺ എന്ന് അറിയില്ല. പക്ഷെ ഇപ്പോൾ അവിടെ മാക്സ് ഇല്ല. പിന്നെ മാക്സിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് സെൻട്രൽ പോയിന്റ് എന്നുള്ള കാരണം പിന്നെ അവിടെ കയറാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയാലോ സെൻട്രൽ പോയിന്റിലായാലും ഇപ്പോൾ ഏത് ഷോപ്പിലാണെങ്കിലും ഒരുപാട് വിൻ്റർ കളക്ഷനാണുള്ളത്. പക്ഷേ ഈ ക്രിസ്മസിൻ്റെ ടൈമിലേക്ക് പറ്റുന്നതായതുകൊണ്ട് നമുക്ക് അവിടെ ഒരുപാടുണ്ട്. പിന്നെ എല്ലാ ഡ്രസ്സുകൾ കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് ഓരോ ഡ്രസ്സൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ അതിൻ്റെ മേലെയും ഹോം സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഹോം സെൻറ്ററിലത്തെ ക്രിസ്മസ് കളക്ഷനും നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പോയിട്ടുണ്ടായിരുന്നത് തന്നെ ഒരു നവംബർ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക്, അതായത് ഡിസംബർ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്രിസ്മസ് കളക്ഷനൊന്നും അങ്ങനെ കംപ്ലീറ്റ് അവർ പുറത്തേക്ക് എടുത്തിട്ടില്ല കേട്ടോ. കാരണം അതായത് നമുക്കറിയാമല്ലോ, നമുക്ക് ഹോം സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഇയർ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു. ഒരു ഏരിയ മൊത്തം ക്രിസ്മസ് ഡെക്കർ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ അത്രയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരെല്ലാ ഐറ്റംസൊന്നും എടുത്തിട്ടുണ്ടാവില്ല. കാരണം ഡിസംബർ, അതായത് ഈ നാഷണൽ ഡേ ഒക്കെ കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ കണ്ടിട്ടുള്ള നമ്മൾ സാധാരണ കാണുന്ന ഒരു റെഡ് കളർ തീമിലുള്ള കുറേ ഐറ്റംസ് തന്നെയായിരുന്നു. എന്തായാലും നമ്മൾ അത്ര വെറൈറ്റി വാങ്ങിക്കും എന്നുള്ളതുകൊണ്ടല്ല, പക്ഷെ എന്നാലും നമ്മൾ സാധാരണ കാണുന്ന ഇതുകളൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കായാലും മക്കൾക്കായാലും ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കയറി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ, ആ ഒരു ക്രിസ്മസ് ഫീല് നമുക്ക് വരും. അപ്പം അതുകൊണ്ട് വെറുതെ എല്ലാവരും ഒന്ന് കയറി പുറത്തൊക്കെ ഒന്ന് നടക്കുക, സാന്റാനെയൊക്കെ കാണുക, ക്രിസ്മസ് ട്രീ കാണുക, ലൈറ്റ്സ് കാണുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോഴത്തെ മെയിൻ പരിപാടി. യു.എയിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസംബർ ആകുമ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്ന പോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എല്ലാ ഷോപ്പാണെങ്കിലും, അതായത് എല്ലാ ഷോപ്പിംഗ് മാൾസിലൊക്കെ ആണെങ്കിൽ ഈ സാന്റ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സാന്റ, അതുപോലെ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരിക്കും. അങ്ങനെ അവിടെ ഫുള്ള് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയും കയറിയിട്ടില്ല, പോയിട്ടില്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെറുതെ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസും ആ ഒരു ക്രിസ്മസിൻ്റെ വൈബ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ദിവസത്തെ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിംഗ് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കണ്ടത്. ഇനി നമ്മൾ വേറൊരു ദിവസം കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരുപാട് ഷോപ്പിൽ നമുക്ക് ഇതുപോലെയുള്ള ഡെക്കർ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം പോയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല അല്ലേ. പിന്നെ നമ്മളെല്ലാതും ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ കയറി വാങ്ങിക്കുന്ന ആളുകളല്ലാത്തതുകൊണ്ട് തന്നെ വേറെയും 1-2 ഷോപ്പും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയതിൻ്റെയൊക്കെ വിശേഷം അടുത്ത വീഡിയോയിൽ.